ഹായ്, ഗുഡ് മോർണിംഗ്. ചെറിയൊരു കുഞ്ഞു വീഡിയോയാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. ഒരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ചെറിയൊരു ജോലി കാണാം. എല്ലാവരും വന്നോളീൻ. രാവിലെ ഒരു കടുങ്കാപ്പി എടുക്കുകയാണ്. ഇന്ന് ചെറിയൊരു ജോലിയെ കാണിക്കുന്നുള്ളൂ. കാരണം 9 മണിയാകുമ്പോൾ തിരുവല്ലയ്ക്ക് പോകണം. ബിലീവേഴ്സ് ചർച്ചിൽ പോകണം. ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ പോകണം, ചർച്ചിലല്ല. തെറ്റിപ്പോവുകയാണ്. പറയുമ്പോൾ ക്ഷമിക്കുക. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അമ്മയ്ക്ക് ഹാർട്ടിന് സംബന്ധമായിട്ട് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫേസ് മേക്കറൊക്കെ വെച്ചതാണ് അമ്മ. അതിൻ്റെ ചെക്കപ്പ്, പിന്നെ മറ്റ് ചെക്കപ്പുകൾ എല്ലാം നടത്തേണ്ടതായിട്ടുണ്ട്. ഇന്നാണ് ബുക്ക് ചെയ്തേക്കുന്നത്. സമയം 2:30-ക്കാണ് പറഞ്ഞേക്കുന്നത്. കുറേ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് ഇച്ചിരി നേരത്തെ പോകുന്നു. 9 മണിയാകുമ്പോൾ പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ജോലികളൊന്നും കാണിക്കാൻ പറ്റില്ല. രാവിലെ ഒരു ചെറിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അമ്മയും ഞങ്ങളും കഴിച്ച ശേഷം കൊണ്ടുപോകുന്നുണ്ട്. അത് മാത്രമാണ് കാണിക്കുന്നത്. സഹകരിക്കുമല്ലോ എല്ലാവരും. ഞാൻ ചെറിയ 2 ഗ്ലാസ് കടുങ്കാപ്പിക്ക് എടുത്ത് കാണും. അത് പുളിയും പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. അത് കുടിക്കാം. ഞാൻ തലേദിവസം അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അരിയും ഉഴുന്നും സ്വല്പം ഉലുവായും കൂടെ ചേർത്ത് വെള്ളത്തിൽ കുതിർത്ത് ഇട്ടുണ്ടായിരുന്നു. വൈകിട്ട് അരച്ച് വെച്ചു. ദോശയ്ക്കോ ഇഡലിക്കോ എന്തിനു വേണേലും ഉപയോഗിക്കാം. ഞാനിപ്പം ദോശയായിട്ടാണ് 1-2 ചുടുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് എങ്ങനെ പൊടിയാണിടുന്നത്. ഉപ്പ് പൊടി ഇട്ടാൽ അങ്ങും ഇങ്ങുമായിട്ടൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഉപ്പ് പൊടിക്കകത്ത് സ്വല്പം വെള്ളം കൊണ്ടൊഴിച്ച് ചാലിക്കുന്നുണ്ട്. ഒന്ന് അലിയിക്കുന്നുണ്ട്. അലിയിച്ച ശേഷം ആണ് ഇത് ഒഴിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും നന്നായി ഇത് പിടിച്ചോളും. വലിഞ്ഞിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് മറ്റ് കറികളൊന്നും വയ്ക്കാൻ നേരമില്ല. അതിനാൽ ഞാനൊരു ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. അതും കാണിക്കാം. ചമ്മന്തിക്ക് വേണ്ടി കുറച്ച് തേങ്ങ തിരുമുന്നെടുത്ത് വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂര യാത്രയുണ്ട്. ഏകദേശം 2.5 മണിക്കൂർ എങ്കിലും, കുറഞ്ഞത് 2.5 മണിക്കൂറെങ്കിലും സമയമെടുക്കും തിരുവല്ലയിൽ ചെല്ലാൻ. അതിന് ശേഷം അമ്മയ്ക്ക് തൈറോയിഡ് ഒക്കെ ഉണ്ട്. തൈറോയിഡിൻ്റെ ടെസ്റ്റ്, ഷുഗർ ഇല്ല, നോർമലാണ്. പിന്നെ കൊളസ്ട്രോള്, പ്രഷറ്, പിന്നെ മറ്റ് ഉള്ള ഓരോ ചെക്കപ്പുകളും ഒക്കെ ചെയ്യണം. അതുകൊണ്ട് ഇപ്പം നേരത്തെ പോകണം. ഇന്ന് നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. ഇതുവരെ മഴയൊന്നും പെയ്തില്ല. എപ്പോഴാ മാറി മറിയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് ചമ്മന്തി മതി. അതിനു വേണ്ടി തേങ്ങ തിരുമ്മിയിട്ടുണ്ട്. ഇനിയും ചമ്മന്തിക്ക് വേണ്ടുന്ന മറ്റു കാര്യങ്ങളൂടെ ഇതിലെടുക്കാം. പിന്നെ ദോശക്കല്ല് തീ കത്തിച്ച് അടുപ്പേ വെച്ചു. ഇത് നോൺ സ്റ്റിക്ക് തവയൊന്നുമല്ല, ഇരുമ്പിൻ്റെയാണ്.
എണ്ണ തേച്ച് കൊടുക്കണം. ഞാൻ എണ്ണ തേച്ച് കൊടുക്കാൻ ഇങ്ങനെ ചകിരിയാണ് എടുത്തേക്കുന്നത്. ചകിരി, തേങ്ങയുടെ മണ്ടയുണ്ടല്ലോ, പൊതിച്ചേക്കുന്ന മണ്ടഭാഗം, അത് എടുത്തിട്ട് എണ്ണയിൽ ഇങ്ങനെ മുക്കി ബ്രഷ് മാതിരി ഇങ്ങനെ തേക്കാം. നല്ലതാണ്, ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് പണ്ട് മുതൽ ഈ വീട്ടിൽ എടുത്തുകൊണ്ടിരുന്നത്. അതിന്നും തുടരുന്നു. പഴയ കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. ഇന്നല്ലേ ഈ ആധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ടായത്. പണ്ട് കാലത്ത് ഇങ്ങനെ ചകിരിയും എല്ലാം കൊണ്ടാണ് മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അതിന് പ്രത്യേക സാധനങ്ങളൊക്കെ ഉണ്ട് തേക്കാൻ. ഞാനത് ഇതുവരെ മേടിച്ചിട്ടില്ല. എനിക്കിവിടെ ചകിരി ഉണ്ടല്ലോ, പിന്നെന്തിനാണ് അത് വെറുതെ പൈസ വേസ്റ്റ് ചെയ്യുന്നത്. ഇനിയും ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് മൂക്കുമ്പോഴത്തേക്കിന് ബാക്കി ജോലിയിലേക്ക് പോകാം. ചമ്മന്തിക്ക് വേണ്ടി ഞാൻ തേങ്ങയും ഉപ്പും 2 ചുവന്നുള്ളി അല്ലിയും എടുത്തിട്ടുണ്ട്. ഇനിയും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. കടു വറക്കാൻ നേരം ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് മുളക് പൊടി കൊടുക്കുന്നുണ്ട്. അതാകുമ്പം മുളക് പൊടി മൂത്ത് കിട്ടുമല്ലോ. ഇതിൽ ഞാനിപ്പം ഇത് മുളക് പൊടി ചേർത്ത് അരയ്ക്കുന്നില്ല. ഇനി മുളക് പൊടി ചേർത്ത് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാൻ കുഴപ്പമില്ല. എന്നാൽ ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. അങ്ങനെ ഒരു ദോശ റെഡിയായി. രണ്ടാമത്തെ ദോശയും ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് പുരട്ടി കൊടുത്തത്. പക്ഷെ വെളിച്ചെണ്ണയെക്കാളും നല്ലത് നല്ലെണ്ണയാണ് ഇങ്ങനെ പുരട്ടാൻ. അതാകുമ്പോൾ പെട്ടെന്ന് ദോശ ഇളകി വരും. ചമ്മന്തിക്കുള്ള തേങ്ങാക്കൂട്ടൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായി ഗതിയെന്ന് നോക്കാം. ദോശ തിരിച്ചിട്ട് കൊടുക്കാം. നോക്കിയപ്പം ചായക്ക് കുറച്ച് പാലിരിപ്പുണ്ട്. പാലുകാരൻ ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഉള്ളതും വെച്ച് ചായ ഇടാം. 2 ഗ്ലാസ് വെള്ളം വെക്കുകയാണ് ചായ ഇടാനും വേണ്ടി. ദോശ ഒരിടത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഒരിടത്ത് ഞാൻ ചായ വെച്ചിട്ടുണ്ട്. ചായ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിരുന്നത്. അതുകൊണ്ട് 2 ഗ്ലാസ് പാലാണ് ഞാൻ ചേർക്കുന്നത്. 2 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് പാൽ എന്ന തോതിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇരുന്ന് നന്നായി തിളച്ചോട്ടെ. അതിനുശേഷം പഞ്ചസാര ഞാൻ ഇടും. ഇപ്പം ഏലക്കായും തേയിലയും എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും ചമ്മന്തി തയ്യാറാക്കാൻ പോകാം. കോഴിയുടെ ഗാനമേള കേൾക്കുന്നുണ്ടോ? മിക്ക വീഡിയോ ഞാൻ ചെയ്യുമ്പോഴും കോഴിയുടെ ഗാനം കേൾക്കാം. തച്ചിനിരുന്ന് അങ്ങ് കൂയിക്കോളുക. അങ്ങനെ ഏകദേശം ദോശകളെല്ലാം ചുട്ടെടുത്തു. ചിലതെല്ലാം വാങ്ങിപ്പോയി. പക്ഷേ ഇങ്ങോട്ട് വയ്ക്കാം. ഇത് മാറി അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ജോലി. ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു. ഇനി ആ സമയം കൊണ്ട് ചായ തിളച്ചു. ചായ പിന്നെ 1 കപ്പ് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. ഒഴിക്കുകയാണ്. കൊടുത്തിട്ട് വരട്ടെ. ഈ ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. സമയം ഉള്ളിയും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയേക്കാം. ഉള്ളിയും
ഉള്ളിയും കറിവേപ്പിലയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം താത്ത് വയ്ക്കാം. എന്നിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ചോട്ടെ, കുഴപ്പമില്ല. നന്നായി ഒന്ന് തിള വന്നോട്ടെ. അതിന് ശേഷം ഇത് വാങ്ങി വയ്ക്കാം. ഈ സമയം പാലുകാരനും വന്നിട്ടുണ്ടായിരുന്നു. പാലും വാങ്ങിച്ച് വെച്ചു. ഇഷ്ടമാണോ പൂക്കൾ? നല്ല ഭംഗിയല്ലേ? നിറയെ വിരിഞ്ഞ് നിൽക്കും. നിറയെ ഉണ്ടാകുന്ന ഈ റോസാണിത്. പൂക്കളെല്ലാം വേണ്ട, ചുവട്ടിൽ തന്നെ തൊട്ടേ പൂക്കളാണ്. ഒത്തിരി ഇഷ്ടമാണ് ഈ റോസിനെ. എവിടെയെങ്കിലും പോകണമെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾക്ക് എന്തൊരു തിരക്കാണല്ലേ. കുറച്ച് പാത്രങ്ങളുണ്ട് ഈ സമയം, അതും കഴുകി വെച്ചിട്ട് പോകണം. ഓരോന്നോരോന്ന് ഇവിടോട്ട് ഞാൻ വെളിയിൽ വെച്ചാണ് കഴുകുക പതിവ്. ഇന്ന് തിരക്കായതുകൊണ്ട് ഇവിടെ കഴുകാം. ഓരോന്ന് കൊടുക്കാം. വലിയ ശബ്ദമല്ലേ. ഞാൻ കഴിയുമ്പോൾ അങ്ങനെയാണ്, ഭയങ്കര ഒച്ചപ്പാടാണ്. അയൽവക്കക്കാർക്ക് പോലും ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ ഇപ്പം കണ്ടാണ് വെള്ളം കളയുവാണ്. എനിക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട്, അതുകൊണ്ടുള്ള അഹങ്കാരമാണ്. അങ്ങനെ ഞാൻ പാത്രം ഒന്ന് കഴുകി വെച്ചോട്ടെ. അക്കി പിന്നീട് നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി തീർത്തു. ഈ വാഷ് ബേസിനോടൊന്ന് കഴുകി ഇടണം. കഴുകി ഇട്ടിട്ട് ഇവിടുത്തെ ജോലി അടുക്കളയിലെ ഏകദേശം കുറച്ച് പണി തീർത്തിട്ട് പോകാനായിട്ട് ഒരുങ്ങാം. അമ്മയ്ക്ക് സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നൈറ്റിയുടെ കൈ ഒന്ന് കുറച്ച് കൊടുക്കാം. അത് ഇപ്പോഴാണ് ഓർക്കുന്നത്, നൈറ്റിയുടെ കൈ ഒന്ന് കുറച്ച് കൊടുക്കുന്ന കാര്യം. അതിനായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ഇതിന് മിഷന് എണ്ണയിട്ടായിരുന്നു കൊണ്ട് മൊത്തം ഉറുമ്പ് കയറി ഓടുക. ഉറുമ്പ് തിന്നാനാ എണ്ണ കുടിക്കാനായിട്ട് വന്നേക്കുമോ. ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.